അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ റബീഉൽ അവൽ മാസം നമ്മോട് വിട പറഞ്ഞു. റബീഉൽ ആഖിർ മാസം ആഗതമായി. ഒരുപാട് മഹാന്മാർ വിട പറഞ്ഞു പോയ മാസമാണ് റബീഉൽ ആഖിർ മാസം. പ്രിയപ്പെട്ടവരെ, ഈ മാസത്തിന്റെ നഹ്സ് ദിനങ്ങളും പ്രത്യേകതകളും പറയാം. എല്ലാവരും ശ്രദ്ധയോടെ കാണുക. എല്ലാ മാസവും വീടിന് കുറ്റിയടിക്കാം, എങ്കിലും നഹ്സ് ദിനങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും. ഈ മാസം ആരംഭം കുറിച്ചത് സെപ്റ്റംബർ 24 ബുധനാണ്. അതിനനുസരിച്ചുള്ള നഹ്സ് ദിനങ്ങൾ പറയാം. റബീഉൽ ആഖിർ 3, 5, 13, 16, 18, 21, 24, 25, 28, 29 എന്നീ 10 ദിവസങ്ങൾ ഈ മാസം സൂക്ഷിക്കുക. റബീഉൽ ആഖിർ 3, 5, 13, 16, 18, 21, 24, 25, 28, 29 എന്നീ 10 ദിവസങ്ങൾ ഈ മാസം സൂക്ഷിക്കുക. ഇതിൽ റബീഉൽ ആഖിർ 18, 29 എന്നീ 2 ദിനങ്ങൾ പ്രത്യേകം സൂക്ഷിക്കുക. റബീഉൽ ആഖിർ 18 ആണ്ട് ദിവസമാണ്. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വർഷത്തിൽ പ്രത്യേകം സൂക്ഷിക്കാൻ പറഞ്ഞ ദിനമാണത്. അതുപോലെ റബീഉൽ ആഖിർ 29 മാസ അവസാന ബുധനായി വരും. പ്രത്യേകം സൂക്ഷിക്കുക. പ്രധാനപ്പെട്ട കാര്യങ്ങൾ തുടക്കം കുറിക്കുന്നവർ ഈ നഹ്സ് ദിനങ്ങളെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രിയപ്പെട്ടവരെ, റബീഉൽ ആഖിർ തുടക്കം നോക്കി കേരളത്തിൽ ഉള്ളവർ ഇംഗ്ലീഷ് ഡേറ്റ് കറക്റ്റാക്കി എഴുതി വെക്കുക. ഗൾഫിലുള്ളവരും അങ്ങനെ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു തആല നല്ല കാര്യങ്ങൾ പഠിക്കാൻ ജീവിതത്തിൽ പകർത്താൻ തൗഫീഖ് ഭാഗ്യം നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.